തൃശൂരിൽ വിശ്വഹിന്ദു പരിഷത്ത് 60-ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട സമാപന സഭ കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 60 വർഷമായി തന്നെ, 60 വർഷം കേരളത്തിലായിട്ടില്ല എങ്കിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ ആരംഭിച്ചത് മുതൽ ആ ശക്തമായി പരിശ്രമമുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടി കൂടുതൽ ഈ പ്രൗഢാവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ ഇനി കുറേയും കൂടി നമുക്ക് കർത്തവ്യമുണ്ട്. ഇനി വിശ്രമത്തിനുള്ള സമയമല്ല. 60 കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് സാധാരണ വിശ്രമമൊക്കെ പറയാറുണ്ട്. റിട്ടയറായി ഇനിയിപ്പോൾ കുറച്ച് വിശ്രമമൊക്കെയാണ്. നമുക്ക് വിശ്രമമല്ല, വിശേഷേണ ശ്രമമാണ് നമ്മുടെ വിശ്രമം. വിഗതശ്രമമല്ല, വിഗതശ്രമമാണ് വിശ്രമം ഒരർത്ഥത്തിൽ. എന്നാൽ നമുക്കിനി വിശേഷേണ ശ്രമമാണ് വിശ്രമം. കാരണം പല പരീക്ഷണങ്ങളുടെയും ഭൂമികയാണ് കേരളം. ആവർത്തിച്ച് പറയട്ടെ, പല പരീക്ഷണങ്ങളുടെയും ഭൂമികയാണ് കേരളം. ഭാരതം മുഴുവൻ ഒരു ദിശയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗതിക്ക് വിപരീതമായൊരു വിഗതി എങ്ങനെ ഉണ്ടാക്കി തീർക്കണം എന്ന് പലയിടങ്ങളിൽ പരീക്ഷിക്കുന്നതിനുള്ള, പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരീക്ഷണശാല കേരളമാണ്. വിഘടനത്തിൻ്റെ, മതാശയങ്ങളുടെ, പുരോഗമനം എന്ന മുഖം മൂടി അണിഞ്ഞുകൊണ്ടുള്ള സേവാ പ്രവർത്തനങ്ങളുണ്ട്. ഒട്ടനവധി മുഖങ്ങൾ. അതുകൊണ്ട് കേരളത്തിൽ ഹൈന്ദവ സമാജത്തിനിടയ്ക്ക് ബ്രഹ്മക്ഷത്രങ്ങളുടെ സമന്വയം വരും വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. കഠോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഭവത ഓദന എന്നുള്ള മന്ത്രത്തിന്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിക്കും, ബ്രഹ്മക്ഷത്രേ ജഗതഃ വിധാരണഭൂതേ എന്ന്. ബ്രഹ്മക്ഷത്രങ്ങളാണ് ഈ ജഗത്തിനെ, ധർമ്മവ്യവസ്ഥയെ വിശേഷേണ ധരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഒത്തുചേർന്നിരിക്കണം. ബ്രഹ്മ തേജസ്, അറിവ്, വേദത്തിൽ വൈദികത്തിൽ ഉറച്ചറിവ്, എന്താണ് സ്വധർമ്മം എന്ന വ്യക്തമായ അറിവ്, കർത്തവ്യാകർത്തവ്യങ്ങളെ കുറിച്ചുള്ള അറിവ്, ജീവിത ലക്ഷ്യമാർഗങ്ങളെ കുറിച്ചുള്ള അറിവ്. വേദം എന്ന് ചുരുക്കി പറയാം. ഈ വേദം നൽകുന്ന, വൈദിക ആചരണങ്ങൾ നൽകുന്ന അറിവോടെ ശാന്തിയോടെ പുലരുന്ന ഭാവം, അതാണ് ബ്രഹ്മ തേജസ്സിന്റെ ഭാവം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഭാരതത്തിൽ ഒരിക്കലും പണ്ഡിതന്മാർക്ക് കുറവുണ്ടായിട്ടില്ല, വിദ്വാൻമാർക്ക് ന്യൂനത ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ അടിമത്തത്തിൽ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടി, അതിനോട് സമന്വിതമായി ക്ഷാത്രവീര്യം ഇല്ലാതെ പോയെന്നുള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മ തേജസ്സിനോടൊപ്പം ക്ഷാത്രവീര്യവും കരുത്തും, ഇത് രണ്ടും ഒത്തുചേർന്നിരിക്കണം. ഇത് രണ്ടും ഒത്തുചേർന്നിരിക്കണം. ഇത് രണ്ടും ഒത്തൊരു സമാജത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. 1948 മഹാത്മാഗാന്ധിയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ട്, ശാന്തിയുടെ മന്ത്രങ്ങളെ ചൊല്ലിക്കൊണ്ട് ദില്ലിയിലെ തെരുവീഥിയിലൂടെ അങ്ങനെ പുഷ്പാലങ്കൃതമായ വാഹനം നീങ്ങുകയാണ്, പതുക്കെ പതുക്കെ പതുക്കെ.